ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. അപ്പോൾ ഇന്നൊരു അടിപൊളി പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചപ്പാത്തിക്കും നാനിനൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കറി. അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കറിയാണിത്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം പനീർ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 സവാള 3 തക്കാളി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ ഈ ഒനിയനും തക്കാളിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്യണമെന്നില്ല, കുറച്ച് വലുപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിത് മസാല ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് ബട്ടറിന്റെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓയിലിന്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ അതിലേക്ക് ആദ്യം കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക, അതുപോലെ ഒരു വറ്റൽമുളക്, ഒരു ബേ ലീഫ്, ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഈ ബട്ടറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സ്പൈസസ് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. സവാള കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കട്ട് ചെയ്യണത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ മസാല അരച്ചെടുക്കണതുകൊണ്ട് നമ്മൾ ഈ കട്ട് ചെയ്യണതിനൊന്നും വലിയ പ്രശ്നമില്ല. ഇനി 1 ഗ്രീൻ ചില്ലി കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് കളർ മാറി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ആ തക്കാളി കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ കാശ്മീരി ചില്ലി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല കളർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരുപാട് എരിവ് ഉണ്ടായിരിക്കില്ല കറിക്ക്. കാരണം നമ്മുടെ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒരു ടൈപ്പ് കറിയല്ല. ഇപ്പൊ നമ്മുടെ ആ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പൊ ആ മസാല തണുത്തിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ആ ബേ ലീഫും സിനമൺ സ്റ്റിക്ക് ഉണ്ടല്ലോ, പട്ട, അതുകൂടി എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ആ മസാലയാണ് അരച്ചെടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഞാനൊരു 10 കാഷ്യൂനട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ 250 ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബട്ടർ അധികം യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് ചേർക്കണമെന്നില്ല, നേരിട്ട് ആ ഗ്രേവി പാനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ബട്ടർ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ബട്ടറൊക്കെ ആവശ്യത്തിന് ചേർന്നുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നന്നായിട്ട് തള വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും, ജീരകപ്പൊടി എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് പൊടിച്ചതാണ്, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ കൂടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക്. അപ്പൊ ഏകദേശം 2 മിനിറ്റ് ഒക്കെ ആവുമ്പോൾ നമുക്കൊന്ന് മൂടി തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പനീർ ഒരുപാട് സമയം കുക്ക് ചെയ്യരുത്, കാരണം കൂടുതൽ സമയം കുക്ക് ചെയ്യുമ്പോൾ പനീറിന്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ഒക്കെ മതി പനീർ കുക്കായി കിട്ടാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രേവി ഒരുപാട് തിക്നെസ് തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ആണ്. അതായത് ആ തക്കാളിയുടെ പുളിരസം എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഉലുവയുടെ ഇല ഉണ്ടല്ലോ, അപ്പൊ അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ക്രീം കൂടി ചേർക്കുമ്പോൾ നല്ല റിച്ച് ആയിരിക്കും, അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും കറി. അപ്പൊ ക്രീം ചേർത്തതിനു ശേഷം പിന്നെ നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, സ്റ്റവ് ഓഫ് ചെയ്യാം. അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നല്ല അടിപൊളി പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു കറിക്ക്.
അത് ചപ്പാത്തിക്ക് ആയിക്കോട്ടെ അതുപോലെ വൈറ്റ് റൈസിനായിക്കോട്ടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.